പ്രശ്നങ്ങളും കടന്നു വന്നാൽ അവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന് ഫലമേൽപ്പിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ പടച്ച റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ, അവരോട് അല്ലാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു പെണ്ണിയെ സദസ്സിലിരിപ്പുണ്ടോ? എങ്ങനെയാണ് പടച്ച റബ്ബിന്റെ സ്നേഹം കിട്ടുന്നത്? എങ്ങനെയാണ് പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയല്ലേ സദഖ കൊടുക്കുന്നത്, അതിനു വേണ്ടിയല്ലേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? ജീവിതത്തിൽ ഉറക്കമുടിഞ്ഞുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്നിരുന്ന് വഅദ് കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവേ, നിന്റെ ഖുർആൻ പഠിച്ച മക്കളുടെ മജ്ലിസാണല്ലോ, നിന്റെ ഖുർആൻ പഠിച്ച മക്കൾ ആദരിച്ച മജ്ലിസാണല്ലോ, ഇവിടെ വന്നിരുന്ന പടച്ചവനെ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ലല്ലോ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും തകർന്നു പോകില്ലല്ലോ, അവൻ അല്ലാഹുവിന്റെ സഹായം കിട്ടുമല്ലോ, എല്ലാ വഴിയിലൂടെയും പടച്ച റബ്ബ് സഹായിക്കുമല്ലോ, പാപങ്ങൾ ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൈ അല്ലാഹു ആകുമല്ലോ, അവന്റെ കണ്ണല്ലാഹു ആകുമല്ലോ, അവന്റെ ചെവി അല്ലാഹു ആകുമല്ലോ, അവന്റെ കാലല്ലാഹു ആകുമല്ലോ, അവൻ അല്ലാഹുവിലേക്ക് നടന്നാൽ പടച്ചവൻ അവനിലേക്ക് ഓടി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു നല്ല ഗുണം നിനക്കുണ്ടോ? ഒന്നാമത്തെ പ്രതിഫലമെന്ത്? നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഒന്ന്, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് താത്താമാര്, ഞാൻ പറഞ്ഞില്ലേ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അല്ലാതെ താടിയും തഴമ്പും മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് കാര്യം വരുമ്പോഴും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ പറ്റൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിസ്സാരമല്ല, അത് വെറുതെ പറഞ്ഞ് കളയേണ്ട ഒരു വാചകമല്ല. ജീവിതത്തിലേക്ക് എത്ര വലിയ പ്രതിസന്ധിയും ഏത് പ്രയാസം വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ നാവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മറ്റുള്ളവരോട് നമ്മൾ പറയും, അതല്ല അല്ലാഹുവിനോട് പറ, അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ. അതാ പറഞ്ഞത്, ഒരിക്കലും മരണമില്ലാത്ത അല്ലാഹ്, ഒരിക്കലും മരിക്കാത്തവനാണ്, ഒരിക്കലും മരിക്കാത്തവനോടാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു നല്ല ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അപ്പൊ ആർക്കെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശുണ്ട്. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവൻ അല്ലാഹു മതിയാവുകയാണ്. അവൻ അല്ലാഹ് മതി, ഒരു പേടിയുമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു മഖ്ലൂക്കിനെയും അവന് ഭയമില്ല. പടച്ചവനെ, അല്ലാഹുവിന്റെ കൂടെയുണ്ടല്ലോ. അവൻ അല്ലാഹു മതിയാവുകയാണ്. ഏത് പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാഹുവിന്റെ
വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊരു ഭയമില്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രൂദിന്റെ അനുയായികൾ കൊണ്ടുപതാ പിടിച്ചുകൊണ്ട് വരികയാണ്. വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവസാനം അവിടെ നിന്ന് പറഞ്ഞ് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ വേണം ഇബ്രാഹിമിന് കൊടുക്കാൻ. ഇനി ഒരാൾ പോലും ഇങ്ങനെ നമ്മുടെ ദൈവങ്ങളോട് ചെയ്യാൻ പാടില്ല. പടച്ചവനെ അങ്ങനെ ഭയാനകമായ ഒരു കുടി കുടിക്കുകയാണ്. ഒരു വലിയ കുടി കുടിച്ചു, ഒരു വലിയ തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. ചരിത്രങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകളുണ്ടല്ലോ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞ് താഴെ വീഴുകയാണ്. ഭയാനകമായ ഒരു തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാത്തത് കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ്റി നിർത്തുകയാണ്. അമ്പും ബില്ലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ എഴുതി വിടാ സമയമാകുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക് പടച്ചവനെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ ഇറങ്ങി വരികയാ. വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയേ, ഞാൻ സഹായിക്കട്ടെ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് സമ്മതം തന്നു കഴിഞ്ഞാൽ ഈ തീകുണ്ടാരം ഞാൻ അണച്ചു കളയാ, നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ നബിയേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഏ ജിബ്രീലേ, നിനക്കെന്റെ സഹായം വേണ്ട, എന്നെ നീ സഹായിക്കണ്ട, എന്നെ സഹായിക്കാൻ ആള് വേണ്ട, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനറിയുമല്ലോ. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ സഹായിക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിച്ചവരല്ലോ, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് കടന്നു പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുല്യാനാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നമ്രൂദിന്റെ തീകുണ്ടാരത്തിനകത്ത് നിന്ന് ഒരു രോമം പോലും കരിയാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നെന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മതിയാവുകയാണ്. ഏത് വിഷയം വന്നാൽ, എത്ര വലിയ പ്രശ്നം വന്നാൽ പടച്ചവനെ അവൻ അല്ല മതിയാവുകയാണ്. അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എല്ലാവരും വല്ലാത്ത പേടിയിലാണ്. ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്ത് നിന്ന് പടച്ചവനെ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഭയപ്പെടുത്തുകയാണ്. ഓരോന്ന് പറഞ്ഞു പടച്ചവരെ ലൗകികാത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ അവസാനം ഹലാല് വരെ എത്തി, അങ്ങനെ തുപ്പല് വരെ എത്തി. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുമ്പോ, ഏക സിവിൽ കോഡ് മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്തുമ്പോ, പൗരത്വ ബില്ല് കാണിച്ച് ഭയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് പറയുകയാ, എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ കൂടെ പടച്ചറപ്പുണ്ടെന്ന് എന്തേ നീ ചിന്തിക്കാതെ പോകുന്നത്? അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഒരുത്തൻ അല്ലാഹുവിലേക്ക് അവന്റെ കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും പേടിയില്ലല്ലോ, അവന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹുവേ, ഇബ്ലീസാണ് പോയി ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്, മുഹമ്മദ് നാട് വിടാൻ പോകുകയാണ്, മദീനയിലേക്ക്
വീട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളയുകയാ. അതാ ഖുറൈശികളെ നേതാക്കന്മാര് വാളുമെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ഊരിപ്പിടിച്ച വാളുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. വീടിനകത്താണെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ട്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് ചോദിച്ചു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കെന്ത് പേടിയാ നബിയേ, എനിക്കെന്ത് പേടിയാ നബിയേ. കടക്കാൻ പറഞ്ഞാ കടക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങൾ കടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ സമയമാകുമ്പോ, വാതിൽ തുറക്കാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? ഒരു പിടി മണ്ണ് വാരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ. ഇറങ്ങിയ അപ്പ തന്നെ വെട്ടിക്കൊല്ലാൻ. അങ്ങനെ എല്ലാവരും തയ്യാറായി നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയേ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കാൻ സമയമാകുമ്പോ ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ടോ സൂറത്തു യാസീൻ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സ്വദ്ദാ വമിൻ ഖൽഫിഹിം സ്വദ്ദാ. ഈ ഖുർആൻ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലൊന്ന് ഊതണം. എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഒറ്റ ഏറെറിയണം. എന്നിട്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പൊക്കോളാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് വീടിന്റെ വാതിൽ തുറന്ന് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നുപോയി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അള്ളയാ നമ്മുടെ കൂടെയുള്ളത്. ആറ്റം ബോംബും വേറൊന്നും